ത്തിന്റെ ഏറ്റവും വലിയ കാര്യമാണ്. हमारा बच्चों के लिए प्रार्थना करना, उनको आगे बढ़ाना, उनको अच्छी अवस्था में ले आना, वो हमारे लिए अनुग्रहदायक है। നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ? ആരാ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? हमारे पीढ़ियों के लिए हम प्रार्थना नहीं करेंगे तो कौन उनके लिए प्रार्थना करेंगे? അതുകൊണ്ട് ജാഗ്രതയോടുകൂടെ ആയിരിക്കണം. ഞാൻ തിരുവചനത്തിൽ ചില കാര്യം ഓർപ്പിക്കാം. इसलिए आप लोग जागरूकता से बैठने और संभाल के बैठने, इसलिए मैं उन वचनों से बातें करेंगे। ഈ 1 കോരിന്ത്യ ലേഖനം 7-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. 13 മുതൽ 13-14 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. पहले कोरिन्थियों का पत्री उसके 7वां अध्याय उसका 13 आयत से ऐसा कहता है, ഒരു സഹോദരനെ അവിശ്വാസിയായ ഭാര്യ ഉണ്ടായിരിക്കുകയും അവൾ അവനോടുകൂടെ പാർപ്പാൻ സമ്മതിക്കുകയും ചെയ്താൽ അവളെ ഉപേക്ഷിക്കരുത്. 12-ാമത്തെ വാക്യം. यहाँ कहता है, एक भाई को अगर अविश्वासी पत्नी रहेगा तो वो उनके साथ रहने के लिए तैयार हो जाएगा तो उनको जो छोड़ो नहीं, उनको नहीं छोड़ना। 13-ാമത്തെ വാക്യം, അവിശ്വാസിയായ ഭർത്താവുള്ള ഒരു സ്ത്രീയും അവൻ അവളോടുകൂടെ പാർപ്പാൻ സമ്മതിക്കുന്നുവെങ്കിൽ ഭർത്താവിനെ ഉപേക്ഷിക്കരുത്. और जिस स्त्री का पति विश्वास ना रखता हो और उसके साथ रहने से प्रसन्न हो, वह पति को ना छोड़े। അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെട്ടും അവിശ്വാസിയായ ഭാര്യ സഹോദരൻ മുഖാന്തരവും വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. कहता है, क्योंकि ऐसा पति जो विश्वास ना रखते हो वह पत्नी के कारण पवित्र ठहराता है, और ऐसी जो पत्नी जो विश्वास नहीं रखती पति के कारण पवित्र ठहरती है। അടുത്ത വാക്യമാണ് എന്റെ ചിന്ത. अगला जो वचन है मेरे लिए जो विचार करने का वचन, ആ വചനത്തിൽ പറഞ്ഞത് അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധരെന്ന് വരും. नहीं तो तुम्हारे लड़के वाले अशुद्ध होते हैं। ഒരിക്കലും ഒരു കർത്തൃദാസൻ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. एक बार एक परमेश्वर के दास ऐसा भाषण देते हुए मैंने सुना है, കുവൈറ്റ് ഇറാഖ് യുദ്ധം നടന്നപ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങളെ കുവൈറ്റിലെ കുഞ്ഞുങ്ങളെ കൊന്നു. कुवैत और इराक की जब लड़ाई होता था तभी जो कुवैत का बहुत सारे बच्चों को इराक लोगों ने मार डाला। ആ ദൈവദാസൻ പ്രസംഗിക്കുന്ന കേട്ടു ഈ കുഞ്ഞുങ്ങൾ എല്ലാവരും സ്വർഗത്തിൽ കാണുമെന്ന്. जो परमेश्वर के दास ऐसा भाषण देते हुए मैंने सुना है, या वहां के सारे बच्चे स्वर्ग में जाएंगे। ഇന്നത്തെ നിരവധി ദൈവദാസന്മാർ അങ്ങനെ വിശ്വസിച്ച് പ്രസംഗിക്കുന്നവരാണ്. आजकल का बहुत सारे प्रभु के दास लोग वैसा विश्वास करके भाषण देने वाला है। കുഞ്ഞുങ്ങൾ മരിച്ചാൽ കുഞ്ഞുങ്ങളെല്ലാവരും നിഷ്കളങ്കരായതുകൊണ്ട് അവർ സ്വർഗത്തിൽ പോകുമെന്നാണ് ഇന്നത്തെ പഠിപ്പിക്കാൻ കിടക്കുന്നത്. आज का सिखाना ऐसा होता है, बच्चा जो पवित्र रहता है, बच्चा इसलिए सभी बच्चा जो मर जाएगा तो स्वर्गराज में पहुंचेंगे, ऐसा सिखाता है। അപ്പോൾ ആ 14-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധരെന്ന് വരും. 14 आयत में लिखा है, नहीं तो तुम्हारे लड़के वाले अशुद्ध होते ही। അപ്പോൾ ഒന്നുകിൽ ഭാര്യ വിശ്വസിച്ച് സ്നാനമേറ്റ് ദൈവകൃപയിൽ വന്നവരായിരിക്കണം. एक तो पत्नी विश्वास करके बपतिस्मा लेके प्रभु में आया हुआ होना चाहिए, അല്ലെന്ന് വരികിൽ ഭർത്താവ് വിശ്വാസത്തിൽ വന്നവരായിരിക്കണം. नहीं तो पति विश्वास में आया हुआ होना चाहिए। അങ്ങനെ ആ ഒരാടെ കയറുപ്പിൽ ആ കുഞ്ഞുങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുമെന്നാ പൗലോസ് പറഞ്ഞത്. वैसा एक जन के द्वारा उनके बच्चे भी पवित्र हो जाएंगे, आशीष हो जाएंगे, वचन कहते हैं। അങ്ങനെ ആരും ഇല്ല എന്ന് വരികിൽ ഭാര്യയോ ഭർത്താവോ വിശുദ്ധീകരിക്കപ്പെട്ടവർ അല്ല എന്ന് വരികിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധർ എന്ന് വരും എന്ന പൗലോസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. यहाँ पर पौलुस हमें ये सिखाता है कि अगर पति या पत्नी कोई भी अगर एक जन विश्वास में नहीं है तो जो उनके संतान अशुद्ध हो जाए। അപ്പോൾ ഇതിന്ന് വിവാഹമോചനം വളരെയധികം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. आज बहुत सारे जो पारिवारिक जीवन या शादी जो है वो रद्द किया जाता है।
മാധ്യമത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. जो माध्यम के द्वारा हम बहुत सारे बातों को आजकल देख रहा है. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. बहुत ध्यान देने का एक बात है, मैं आप लोगों से बता रहा हूँ. എന്റെ പിതാവ് പറയുമായിരുന്നു, വിവാഹം ആലോചിക്കുമ്പോഴും വസ്തു മേടിക്കുമ്പോഴും അയൽവക്കക്കാരോട് ചോദിച്ചിട്ടേ ആകാവേ എന്ന്. पास्टर के पिताजी हमेशा ऐसा कहता है, जैसे हम शादी जो करता है वैसा जहां पर जमीन खरीदेता है, ये दोनों काम करने के समय अड़ोसी पड़ोसी वालों से पूछताछ करके करना है. അപ്പോൾ അങ്ങനെ ചോദിക്കാത്ത നിരവധി പേര് പരസ്യം കണ്ട് ബ്രോക്കർമാര് മുഖാന്തരം വിവാഹം നടന്നിട്ടുള്ള പലതും ഉപേക്ഷിക്കപ്പെട്ടതായി ഞാൻ എന്റെ കണ്ണിന് നേരെ കാണുന്നുണ്ട്. ऐसा जो पूछताछ नहीं करते हुए कोई एजेंट के द्वारा जो आते हुए बहुत सारी शादियां हैं, मैं अपनी आंखों से देखता हूँ, वो सब रद्द किया जाता है. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഒരു കാര്യം പറഞ്ഞു. मत्ती का सुसमाचार 19वां अध्याय में प्रभु यीशु मसीह ने एक बातें कहा है. എല്ലാ ക്രിസ്തീയ സഭകളുടെയും വിവാഹത്തിൽ ഈ കാര്യം വായിച്ചു കേൾപ്പിക്കും. सारे मसीह कलीसिया का जो शादी का समय ये वचन पढ़ के सुनाता है. അത് പുരോഹിതന്മാരാണ് ഈ ഭാഗം വായിക്കുന്നത്. जो वहां के याचक लोग ये भाग पढ़ के सुनाता है. അപ്പോൾ അവർക്കൊരു ക്രമമുണ്ട് അവരുടെ വായനയിലും ശുശ്രൂഷയിലും. उनका जो पढ़ने में, उनके सेवकाई में एक क्रम के अनुसार वो किया जाता है. അവരുടെ ശുശ്രൂഷകളിലെല്ലാം പുരോഹിതന്മാര് സുവിശേഷം വായിക്കണം, ശുശ്രൂഷകന്മാര് ലേഖനം വായിക്കണം, ജനം സങ്കീർത്തനം വായിക്കണം. ഇങ്ങനെയാണ് ഈ കുർബാന ക്രമം എന്ന് പറയുന്നത്. जो हमें कुर्बाना क्रम रहता है, उनका जो क्रम रहता है, वहां पर ये सुसमाचार के भाग जो याचक पढ़ा जाता है और पत्री के भाग जो वहां के सेवक पढ़ा जाता है और भजन संगीत कलीशा पढ़ा जाता है. അപ്പൊ അങ്ങനെ പുരോഹിതന്മാര് മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യം അവർ വായിച്ചു കേൾപ്പിക്കും. वैसा वहां के जो याचक लोग है, ये मत्ती का सुसमाचार 19वां अध्याय उसके 3रा आयत से पढ़ा जाता है. അപ്പോൾ ഏത് കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. क्योंकि वहां पर उनको ऐसा जो परीक्षा करके परीक्षी ने पूछा है, क्या हर एक कारण से अपनी पत्नी को त्यागना उचित है? സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ടു ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും എന്ന് അരുളി ചെയ്തത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ എന്ന് ചോദിച്ചു. उसने उत्तर दिया, क्या तुमने नहीं पढ़ा कि जिसने उन्हें बनाया उसने आरंभ से नर और नारी बनाकर कहा है कि इसी कारण मनुष्य अपने माता पिता से अलग होकर अपनी पत्नी के साथ रहने और वे दोनों एक तन होंगे. അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രേ ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. तो वे अब दो नहीं परंतु एक तन है, इसलिए जिसे परमेश्वर ने जोड़ा है उसे मनुष्य अलग ना करे. അടുത്ത വാക്യം പറയുന്നത് ഉപേക്ഷണ പത്രം കൊടുത്തിട്ട്, 7-ാം വാക്യം, ഉപേക്ഷണ പത്രം കൊടുത്തിട്ട് അവളെ ഉപേക്ഷിപ്പാൻ മോശ കൽപ്പിച്ചത് എന്ത് എന്ന് ചോദിച്ചു. 7वां आयत में उन्होंने उससे कहा, फिर मूसा ने त्याग. ഉപേക്ഷണ പത്രം കൊടുത്തിട്ട് 7-ാമത്തെ വാക്യം തെറ്റുപോയ വാക്യം. വായി उन्होंने उससे कहा, फिर मूसा ने क्यों यह ठहराए कि त्याग पत्र देकर उसे छोड़ दे? അത് നിങ്ങളുടെ ഹൃദയത്തിന്റെ കാഠിന്യ നിമിത്തമത്രേ ഭാര്യയെ ഉപേക്ഷിപ്പാൻ മോശ അനുവദിച്ചത് എന്ന് പറഞ്ഞു.
उसने उनसे कहा, मूसा ने तुम्हारे मन की कठोरता के कारण तुम्हें अपनी अपनी पत्नी को छोड़ देने की आज्ञा दी है। ആദിയിൽ അങ്ങനെ അല്ലായിരുന്നു. आरंभ से ऐसा नहीं था। ഞാനോ നിങ്ങളോട് പറയുന്നത്, और मैं तुमसे ये कहता हूँ, പരസംഗം നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിച്ചു മറ്റൊരുത്തെ വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു എന്ന് പറഞ്ഞു. जो कोई व्यभिचार को छोड़ और किसी कारण से अपनी पत्नी को त्याग कर दूसरी से ब्याह करे, वह व्यभिचार करता है। ആ ഉപേക്ഷിക്കപ്പെട്ടവളെ വേറൊരാൾ വിവാഹം കഴിക്കുകയാണെങ്കിൽ വ്യഭിചാരം ചെയ്യുന്നു എന്ന് പറഞ്ഞു. और जो उसे छोड़ी हुई को ब्याह करे, वह भी व्यभिचार करता है। അപ്പോൾ ഇതാണ് കർത്താവായ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരുമായി ഒന്നിച്ചിരിക്കുമ്പോൾ പരീശന്മാര് വന്ന് ചോദിച്ച ചോദ്യത്തിന് കർത്താവ് മറുപടി കൊടുത്തത്. यह है यीशु मसीह अपने चेलों के साथ बैठने के समय जो फरीसी आके उन्हें सवाल किया, तभी यीशु ने दिया हुआ उत्तर है। ഒരു കാരണവശാലും ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു നമ്മളെ അനുവദിക്കുന്നില്ല. कोई भी कारण से पति पत्नी अलग होकर रहने के लिए परमेश्वर के वचन हमें अनुमति नहीं देते हैं। അപ്പോൾ പൗലോസ് 6-ാം അധ്യായത്തിൽ 14-ാം വാക്യത്തിൽ ഇങ്ങനെ 13-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, ദൈവം ഇതിനെയും അതിനെയും ഇല്ലായ്മയാക്കും. ശരീരമോ ദുർനടപ്പിനല്ല കർത്താവിനത്രേ. കർത്താവ് ശരീരത്തിനും, എന്നാൽ ദൈവം കർത്താവിനെ ഉയർപ്പിച്ചതുപോലെ നമ്മെ തന്റെ ശക്തിയാൽ ഉയർപ്പിക്കും എന്ന് പറഞ്ഞു. पहले कोरिन्थियों 6वां अध्याय उसके 13 आयत में से ऐसा पढ़ता है कि परंतु परमेश्वर इसको और उसको दोनों को जो नाश करेगा, परंतु देह विचार के लिए नहीं वरन प्रभु के लिए, और प्रभु देह के लिए है। और परमेश्वर ने अपने सामर्थ से प्रभु को जिलाया और हमें भी जिलाई। ഞാനിത് പറയുമ്പോൾ നമ്മുടെ ദൈവം ആരാണ്, യേശു ആരാണ്, നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കണം. मैंने ये बातें कहने के समय हम कौन है, हमारा प्रभु यीशु मसीह कौन है करके हम समझना जरूरी। നമ്മുടെ കർത്താവ് ആകാശവും ഭൂമി സൃഷ്ടിച്ച ബലവാനായ ദൈവമാണ്. हमारा परमेश्वर आसमान और धरती को बनाया हुआ बलवंत परमेश्वर है। ഈ ഭൂമിയിൽ ഒരു നേരത്തെ ആഹാരത്തിന് ജീവിക്കുന്നതായ ഞാനോ നിങ്ങളോ, ധനവാനായാലും ദരിദ്രനായാലും സ്വർഗരാജ്യത്തിൽ ചെല്ലാൻ ദൈവം നമുക്ക് അനുവാദം തന്നപ്പോൾ അവനൊരു മാനദണ്ഡം വെച്ചിട്ടുണ്ട്. അതുവണ്ണം ജീവിച്ചെങ്കിലേ സ്വർഗരാജ്യത്തിൽ പോകത്തുള്ളൂ. हम यहाँ पर एक टाइप का भोजन के लिए जीने वाला हम लोग स्वर्ग राज्य में जाना है तो परमेश्वर उसके लिए एक नियम रखा है, उस नियम के अनुसार जाएगा तो ही स्वर्ग राज्य में प्रवेश कर सकता है। ദൈവമക്കളുടെ ലക്ഷ്യം എങ്ങനെയെങ്കിലും നിത്യതയിൽ ചെല്ലുക എന്നുള്ളതാണ്. परमेश्वर के बच्चों का लक्ष्य एक ही है, किसी भी कारण से स्वर्ग राज्य में पहुंचना। അപ്പോൾ നമ്മുടെ ശരീരം അശുദ്ധിക്ക് വിട്ടുകൊടുക്കാനല്ല, വിശുദ്ധിക്ക് ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ വിശുദ്ധരായ ഒരാൾക്ക് വിശുദ്ധിയിൽ ജീവിച്ച് നിത്യതയിൽ ചെല്ലാൻ കഴിയുകയുള്ളൂ. हमारा शरीर अशुद्धि के लिए नहीं है, विशुद्धि में रखना है, और जो विशुद्ध होकर रहने वाला ही परमेश्वर के पास पहुंच सकता है। അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ ദൈവം കർത്താവിനെ ഉയർപ്പിച്ചു, അതുപോലെ നമ്മെയും തന്റെ ശക്തിയാൽ ഉയർപ്പിക്കുമെന്ന് പറഞ്ഞു. अब 14 आयत में लिखा है कि और परमेश्वर ने अपनी सामर्थ्य से प्रभु को जिलाया और हमें भी जिलाएगा। നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങളാകുന്നു എന്ന് അറിയുന്നില്ലയോ എന്ന കാര്യവും പറഞ്ഞു. क्या तुम नहीं जानते कि तुम्हारी देह मसीह की अंग है? ക്രിസ്തുവിന്റെ അവയവങ്ങളെ ഞാൻ എടുത്ത് വേശ്യയുടെ അവയവങ്ങളാക്കുമോ എന്നും ചോദിച്ചു. ഒരു നാൾ വരുതേ എന്ന് പറഞ്ഞു. तो क्या मैं मसीह के अंग को लेकर उन्हें वेश्या के संग बनाऊं? कभी नहीं। ദൈവത്തിൽ 5-ാം അധ്യായത്തിൽ വന്നപ്പോൾ നിങ്ങളുടെ ദുർനടപ്പുണ്ടെന്ന് കേൾക്കുന്നു എന്ന് പറഞ്ഞു. 5वां आयत में हम देखते हैं कि तुम्हारे बीच में अगर जो तुम में से व्यभिचार होता है करके यहाँ पर पौलुस कहता है। അതിനെ കുറിച്ച് ആ അധ്യായം മുഴുവൻ കർത്താവ് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മിപ്പിച്ചു.
इस अध्याय में उसी के बारे में प्रेरित पौलुस वहां हम याद दिलाते हैं। 11-ാം വാക്യത്തിൽ വന്നപ്പോൾ എന്നാൽ സഹോദരൻ എന്ന് പേർ വെട്ട ഒരുവൻ ദുർനടപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ വാവിഷ്ണക്കാരനോ മദ്യപാനോ പിടിച്ചുപറിക്കാരനോ ആകുന്നു എങ്കിൽ അവനോട് സംസർഗവരുതെന്ന് പറഞ്ഞു. उसके 11 आयत में हम देखते हैं कि मेरा कहना यह है कि यदि कोई भाई कहलाकर व्यभिचार या लोभी या मूर्ति पूजक या गाली देने वाला या पियाकड़ या अंधेर करने वाला हो तो उनकी संगति मत करना। അങ്ങനെയുള്ളവരോടുകൂടെ ഭക്ഷണം കഴിക്കുക പോലും വരുത് എന്നത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് എന്ന് പറഞ്ഞു. वरन ऐसे मनुष्य के साथ खाना भी ना खाना है। അപ്പോൾ സഭയിൽ അങ്ങനെ ഒരാൾ വന്നാൽ അവനോട് കുശലം പറയാൻ പോലും നിൽക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ऐसा एक व्यक्ति अगर कलीसिया में आएगा तो उनसे कुछ पूछताछ करने के लिए भी नहीं होना है करके वचन कहते हैं। കുറച്ചു കാലം ഒരു 10-25 വർഷത്തിന് മുമ്പൊക്കെ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ മുടക്ക് കത്ത് കൊടുത്ത് പുറത്തു വിടാമായിരുന്നു. जो 10-25 साल के पहले ऐसा जो व्यक्ति आएगा तो उनको कलीसिया से निकालने के लिए जो पत्र देके उन्हें छोड़ दिया जाता था। എന്നാൽ ഇന്ന് കോടതി വിധി അനുസരിച്ച് അങ്ങനെ ഒരു കത്ത് കത്ത് കൊടുത്താൽ അവർ കോടതി പോയാൽ അവര് സഭയ്ക്കകത്ത് കർത്തൃമേശ വരെ കൊടുത്തേ ഒക്കത്തുള്ളൂ. अगर ऐसा आज उन्हें चिट्ठी देके कलीसिया से निकालने के लिए कोशिश करेंगे, वो अदालत में जाता है, वहां से जो पेपर लेके आने के बाद उनको प्रभु तक देना ही पड़ता है। ദുർനടപ്പുകാരെ സഭയ്ക്കകത്ത് അംഗീകരിക്കണമെന്ന് ഇന്നത്തെ കോടതി നിയമമാണ്. क्योंकि ऐसा व्यभिचारी लोगों को भी कलीसिया के अंदर अंगीकार करना है। आज कोर्ट अदालत में ऐसा जो कानून आया है। പക്ഷെങ്കിൽ ബൈബിള് പറയുന്നു അങ്ങനെയുള്ളവരോട് മിണ്ടാൻ പോലും പോകരുത്, മിണ്ടിയാൽ നീയും ആ കൂട്ടത്തിലുള്ളവരാണെന്ന് പറയും. लेकिन बाइबल कहता है ऐसा वाला व्यक्तियों से तुम बात भी नहीं करना है, क्योंकि तुम बात करेगा तो तुम भी वैसा हो जाएंगे। പക്ഷെ കെ ജോയിച്ചാൻ ഞങ്ങളെ ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ചപ്പോൾ ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞു തന്നു. बस के जो जान करके परमेश्वर का सेवक है, बाइबल कॉलेज में पढ़ाने के समय ऐसा बता के दिया है, നമുക്ക് 100 രൂപയുടെ ചില്ലറ വേണം, കള്ള് ഷാപ്പിൽ ചില്ലറ മേടിക്കാൻ പോകരുതെന്ന് പറഞ്ഞു. हमको अगर 100 रुपया का छुट्टा चाहिए तो तुम जो ऐसा जो दारू के दुकान में जाके छुट्टा लेने के लिए मत जाना। നീ കള്ള് ഷാപ്പിൽ നിന്ന് മേടിച്ചോണ്ട് ഇറങ്ങുമ്പോൾ വേറൊരു വിലഹീന വിശ്വാസി കണ്ടാൽ ഷാപ്പിൽ നിന്ന് വരുന്നത് കണ്ടു എന്ന് പറഞ്ഞ് നാളെ ഘോഷിക്കും. तुम ऐसा वहां से छुट्टा लेके आने के समय एक कमजोर बलहीन विश्वासी देखेंगे, उसने कहेंगे वो दारू के दुकान से आया करके वह बाहर जाके घोषण किया जाएंगे। നീ സിനിമാ തിയേറ്റർ വിടുന്ന സമയത്ത് അതുവഴി പോകരുത്, വിട്ട ജനമെല്ലാം പോയിട്ടേ അവിടുന്ന് പോകാവൂ എന്ന് പറഞ്ഞു തന്നു. उन्होंने ऐसा भी कहा है, जो पिक्चर दिखाने वाला थिएटर के पास से तुम जाने के समय अगर वह थिएटर से जब पिक्चर होकर लोग निकलता है तो तुम उनके साथ नहीं जाना, उन लोग सब जाने के बाद ही तुम जाना। അല്ലെന്ന് വരെ നീ സിനിമാ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു എന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസത്തെ അവര് ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞു. नहीं तो उनके साथ हम भी निकल जाएंगे, हम वो पिक्चरशाला से निकल के आता है करके कोई बोलेगा तो हमें भी सवाल किया जाएंगे। 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പുണ്ടെന്ന് ഞാൻ കേൾക്കുന്നു എന്ന് പറഞ്ഞു. 5वां अध्याय उसके पहले आयत में यहाँ तक में सुनने में आता है कि तुम्हें व्यभिचार होता है। ഒരു തന്നെ അപ്പന്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുക, അത് ജാതികളിൽ പോലും ഇല്ലാത്ത ദുർനടപ്പ് തന്നെ എന്ന് പറഞ്ഞു. पर ऐसा व्यभिचार जो अन्य जातियों में भी नहीं होता है कि एक मनुष्य अपने पिता की पत्नी को रखा है। കാരണം അത് ചില പുരുഷന്മാർക്ക് 2-3 ഭാര്യമാരുണ്ടായിരുന്നു. क्योंकि उस समय कई पुरुषों को 2 या 3 पत्नी लोग होते थे। അപ്പോൾ അതാണ് പറഞ്ഞത്, അപ്പന്റെ ഭാര്യ എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് അങ്ങനെയാ. बराबर जो पिता की पत्नी कहने का मतलब वो है। എന്നിട്ട് ആ പാപം ചെയ്തിട്ട് സഭ വരുമ്പോ പിന്നെ അവനിങ്ങനെ ചീർക്കുകയാണ്. ऐसा जो पाप करने के बाद वह कलीसिया में आके हमें जो अपने बीच में निष्कलंक बताता है। ഈ ദുഷ്കർമ്മം ചെയ്തവരെ നിങ്ങളുടെ ഇടയിൽ നിൽക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ദുഃഖിച്ച് കരഞ്ഞിട്ടില്ല എന്നാണ് പൗലോസ് പറയുന്നത്.
और तुम शौक नहीं करते, जिसे ऐसा काम करने वाला तुम्हारे बीच में से निकल जाता है, परंतु घमंड करते। ഇന്ന് പാപം ചെയ്യുന്നവരെ കാശ് കൂടുതൽ കൊടുക്കാമെന്ന വരിയിൽ അവർക്കാണ് സഭയിൽ മുൻസ്ഥാനം കിട്ടുന്നത്. आज जैसा पाप करने वाला व्यक्ति अगर पैसा देगा तो उनको कलीसिया में प्रथम स्थान दिया जाता है। ആ 6-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം വന്നപ്പോൾ അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കയില്ല എന്ന് അറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പീൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമയക്കാർ, കള്ളന്മാർ, ഒരു വലിയ പട്ടികയാണ് താഴോട്ട് പറഞ്ഞിരിക്കുന്നത്. पहले कोरिन्थी 6वां अध्याय का 9वां आयत में हम देखता है, क्या तुम नहीं जानते हो कि अन्यायी लोग परमेश्वर के राज्य के वारिस ना होंगे? धोखा ना खाओ, ना वैश्यागामी, ना मूर्ति पूजक, ना परस्त्रीगामी, ना लुचे, ना पुरुषगामी, ऐसा जो बड़े बड़े हमें कामों को करने वाला का बड़ा एक संज्ञा यहाँ दिया गया है। അപ്പോൾ ഇങ്ങനെയുള്ളവരോട് സംസർഗം പോലും അരുത് എന്ന് പറയുമ്പോൾ ऐसे लोगों के साथ कोई भी लेन देन नहीं रखना है करके कहने के समय ഇന്ന് കാശും പെരുമയും ഉണ്ടെങ്കിൽ അവർക്കെല്ലാം സ്ഥാനമുണ്ട്. आज अगर पैसा अगर उसका नाम अच्छा है तो उनको अच्छा अच्छा स्थान दिया जाता है, പക്ഷേ അവർക്ക് മുടക്കി കത്ത് കൊടുക്കാൻ ഒക്കത്തില്ല. क्योंकि उनको कलीसिया से उनको छुड़ाने का जो चिट्ठी देके उन्हें छुड़ा नहीं सकता है, കോടതി ഇടപെടുവതിന് കോടതി ഇടപെടും. കോടതി क्योंकि ऐसा करेगा तो अदालत उसमें फैसला किया जाएगा। അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ദുഃഖിച്ച് കരയണം ഇങ്ങനെയുള്ളവനെ മാറ്റിക്കിട്ടാൻ. हमें इसलिए ऐसे वाले लोगों को निकाल दिया जाने के लिए तुम बहुत व्याकुल होकर रोना चाहिए। അതിന്റെ 13 മുതൽ ശരീരം ദുർനടപ്പിനല്ല കർത്താവിനത്രേ, കർത്താവ് ശരീരത്തിനുമെന്ന് പറഞ്ഞു. ये 13 आयत में कहता है कि जो हमें ശരീരം ദുർനടപ്പിനല്ല കർത്താവിനത്രേ. परंतु देह व्यभिचार के लिए नहीं वरन प्रभु के लिए है और प्रभु देह के लिए। 14-ാം വാക്യം, എന്നാൽ ദൈവം കർത്താവിനെ ഉയർപ്പിച്ചു, അതുപോലെ നമ്മെയും തന്റെ ശക്തിയാൽ ഉയർപ്പിക്കുമെന്ന് പറഞ്ഞു. 14 आयत में कहता है, और परमेश्वर ने अपनी सामर्थ्य से प्रभु को जिलाया और हमें भी जिलाएंगे। നിങ്ങളുടെ ശരീരം ക്രിസ്തുവിന്റെ അവയവങ്ങളാകുന്നു എന്ന് അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു. क्या तुम नहीं जानते कि तुम्हारी देह मसीह के अंग है? 19-ാം വാക്യത്തിൽ ദൈവത്തിന്റെ ദാനമായി നിങ്ങൾ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചു. 19 आयत में आने के समय कहता है, क्या तुम नहीं जानते कि तुम्हारी देह पवित्र आत्मा का मंदिर है जो तुम्हें बसा हुआ है? നിങ്ങളുടെ ശരീരത്തെ കർത്താവ് വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താങ്ങൾക്കുള്ളവരല്ല എന്ന് അറിയുന്നില്ലയോ? जो तुम्हें बसा हुआ है और तुम्हें परमेश्वर की ओर से मिला है और तुम अपने नहीं हो। ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ എന്ന് പറഞ്ഞു. क्योंकि दाम देकर मोल लिया गया हो, इसलिए अपने देह को द्वारा परमेश्वर की महिमा करो। എന്റെ ദൈവത്തിന്റെ കരുണ എനിക്കുണ്ടായിട്ട് എനിക്കൊരു ഭാഗ്യം ലഭിച്ചു. मेरे परमेश्वर की दया मुझ पर होने से मुझे एक धन्य मिला है। ഞാൻ ഏതെല്ലാം സഭയിൽ ഇരുന്നിട്ടുണ്ടോ, വിശേഷാൽ വിവാഹസ്ഥരാകാത്ത ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും ഉണ്ടെങ്കിൽ ശക്തമായിട്ട് ഈ വചനം ഞാൻ അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. मैं जो कलीसिया में रहता सेवकाई किया है, वहां पर जवान जो शादी नहीं किया हुआ जवान लोग रहता है, उनके बीच में ये वचन मैं एकदम सामर्थ्य के द्वारा उन्हें समझाया हुआ है। അതുകൊണ്ട് എന്റെ ദൈവത്തിന് ഞാൻ മഹത്വം കൊടുക്കുന്നു. എന്റെ വിശ്വാസികൾ ആരും ലൈൻ അടിച്ച് അങ്ങനെ ഒരു കാര്യത്തിന് പോയതായിട്ട് എനിക്ക് അറിവില്ല. मैं परमेश्वर को धन्यवाद करता हूँ, क्योंकि मेरा कोई भी विश्वासी एक दूसरे से ऐसा प्यार करके भागा हुआ नहीं है। ഞാൻ മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി അത് ചെയ്യുന്നു എന്ന് കർത്താവിന് തോന്നിയത് കൊണ്ട് मैं दूसरों का उद्धार के लिए किया है करता है करके परमेश्वर जानते हैं, इसी कारण എനിക്ക് 2 മക്കളെയും 2 മരുമക്കളെയും തന്നു.
നിങ്ങൾക്കറിയാം അവരുടെ ജീവിതം എങ്ങനെ പോകുന്നു എന്നുള്ളത്. परमेश्वर की दास को 2 बच्चे और 2 जवाइयों को दिया है और बहू को और जवाई को दिया है। उन लोग का परिवार आप लोग जानते हैं वो कैसा जा रहा है। നമ്മൾ മറ്റുള്ളവരുടെ കാര്യത്തിന് വേണ്ടി ചിന്തിച്ചാൽ ദൈവം നമ്മുടെ കാര്യത്തിന് വേണ്ടി ചിന്തിച്ചിരിക്കും. आमीन। हम दूसरों का कामों के लिए हम विचार करेंगे, परमेश्वर हमारे कामों का विचार करेंगे। മറ്റുള്ളവരുടെ നന്മയ്ക്കായി മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ബന്ധപ്പെട്ടാൽ നമ്മുടെ കാര്യം കർത്താവ് ക്രമത്തിലാക്കി തരും. हमें दूसरों का जो परिवारों को अच्छा करने के लिए हम कोशिश करेंगे, अब हमारे परिवार को परमेश्वर अच्छा करेंगे। ദൈവത്തിന്റെ കരുണ ഇന്ന് വരെ ലഭിച്ചിട്ട് എന്റെ മക്കൾ എന്നെ ഞങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ അധികം ഞങ്ങളുടെ മരുമക്കൾ ഞങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. परमेश्वर का कृपा से आज तक जो हमारे बच्चे हमारे लिए जो विचार करता है उससे बढ़कर बहू और जवाई हमारे लिए चिंता करते हैं। കാരണം ഞങ്ങളുടെ അധ്വാനം മറ്റുള്ളവരുടെ ജീവന്റെ രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിച്ചതോട് ദൈവം തന്ന പ്രതിഫലമെന്ന് ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. क्योंकि मैं दूसरे के परिवारों के अच्छा होने के लिए जो कोशिश किया है उनके लिए वो सब कुछ सेवकाई किया है, इसीलिए परमेश्वर हमारे लिए ऐसा किया है करके मैं विश्वास करता हूँ। യേശു പറഞ്ഞു നിങ്ങൾ എന്റെ കാര്യം നോക്കി ഞാൻ നിങ്ങളുടെ കാര്യം നോക്കാമെന്ന്. यीशु ने कहा है तुम मेरा काम को देखो, मेरा बारे में सोचो, मैं तुम्हारे लिए सोचूंगा। പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഏറ്റവും അതിപ്രധാനമാണ് ശാരീരിക വിശുദ്ധി എന്നുള്ളത്. पुराना नियम में हो नया नियम में हो, सबसे बढ़कर जो है शरीर का पवित्रता। അപ്പോൾ ഒരു പുരുഷൻ അന്യ സ്ത്രീയുമായി ഒരു സ്ത്രീ അന്യ പുരുഷനുമായി ബന്ധപ്പെട്ടാൽ അവരുടെ ശരീരം അശുദ്ധിയുള്ളതായി തീരുന്നു എന്നുള്ളതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. क्योंकि जो स्त्री या पुरुष अन्य व्यक्तियों के साथ अगर संबंध हुआ है तो उनका शरीर के द्वारा वो अशुद्ध हो चुका है। അപ്പൊ നമ്മളിവിടെ വായിച്ചതായ വാക്യത്തെ നമുക്ക് മടങ്ങി വരാം. हम इधर पढ़ा हुआ वचन में हम लौटाएंगे। 7-ാം അധ്യായം 1-ാം വാക്യത്തിൽ നിങ്ങൾ എഴുതി അയച്ച സംഗതിയെ കുറിച്ച് എന്റെ അഭിപ്രായം എന്തെന്നാൽ സ്ത്രീയെ തൊടാതിരിക്കുന്നത് മനുഷ്യന് നല്ലത് എന്ന് പറഞ്ഞു. और जो 7वां अध्याय उसके पहले आयत में आएगा तो उन बातों के विषय में जो तुमने लिखी है यह अच्छा है कि पुरुष स्त्री को ना छुए। എങ്കിലും ദുർനടപ്പ് നിമിത്തം ഓരോരുത്തരും സ്വന്തം ഭാര്യ ഓരോരുത്തർക്ക് സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞു. परंतु व्यभिचार के डर से हर एक पुरुष की पत्नी और हर एक स्त्री का पति हो। ഭാര്യ ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും കടംപെട്ടത് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. पति अपनी पत्नी का हक पूरा करे और वैसे ही पत्नी भी अपने पति का। ആ കടംപെട്ടത് എന്താണെന്ന് എബ്രായലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. और उनको जो हक क्या है करके इब्रानियों के पत्री में कहते हैं। ആ കടംപെട്ടത് ചെയ്യുമ്പോ കിടക്ക നിർമ്മലമായിരിക്കണമെന്നും പറഞ്ഞു കൊടുത്തു. वो काम करने के समय तुम्हारा बिस्तरा बिछौना भी पवित्र हो जाए करके लिखा। കാരണം അന്യപുരുഷനോടുകൂടെ ജീവിച്ചിട്ട് അന്യ സ്ത്രീയോടുകൂടെ ജീവിച്ചിട്ട് നിന്റെ ഭർത്താവുമായി ശരീരം പങ്കിടരുതെന്നാ പറഞ്ഞത്. अन्य स्त्री के साथ अन्य पुरुष के साथ तुम सोने की बात और अपने पति के साथ आके बिस्तरा उसका शारीरिक संबंध ना रखना। അതിന്റെ 3-ാമത്തെ ഭാഗ്യം ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും കടംപെട്ടത് ചെയ്യട്ടെ എന്നാണ്. तीसरा आयत में लिखा है पति अपने पत्नी का हक पूरा करे और वैसे ही पत्नी भी अपने पति का हक पूरा करे। ഭാര്യയുടെ ശരീരത്തിനുമേൽ അവൾക്കല്ല ഭർത്താവിനത്രേ അധികാരമുള്ളത് എന്ന് പറഞ്ഞു. पत्नी को अपनी देह पर अधिकार नहीं पर उसका पति का अधिकार है। അങ്ങനെ ഭർത്താവിന്റെ ശരീരത്തിനുമേൽ അവനല്ല ഭാര്യയ്ക്ക് എത്ര അധികാരമുള്ളത് എന്ന് പറഞ്ഞു. वैसे ही पति को भी अपनी देह पर अधिकार नहीं परंतु पत्नी को है। ഞാൻ ഈ പറഞ്ഞു തരുന്നത് ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ ഏതെങ്കിലും സഭകളിൽ ഏതെങ്കിലും ഭാഷമാര് പ്രസംഗിച്ച് നിങ്ങൾ കേട്ട് കാണാൻ വഴിയില്ല. मैंने आज आप लोगों को ये समझा रहा हूँ, ये बातें कोई भी कलीसिया में हो, कोई प्लेटफॉर्म में हो, कोई आपको बताया हुआ शायद ऐसा नहीं होगा। കാരണം ഇത് പ്രസംഗിച്ചാൽ പാസ്റ്റർക്ക് നിലനിൽപ്പില്ല ആ സഭയില്. क्योंकि ये विषय के बारे में भाषण देगा तो उसे कलीसिया में पासवान को रुक नहीं सकेगा। 5-ാം വാക്യത്തിൽ പറഞ്ഞു പ്രാർത്ഥനയ്ക്ക് അവസരമുണ്ടാവാൻ ഒരു സമയത്തേക്ക് പരസ്പര സമ്മതത്തോടെ അല്ലാതെ തമ്മിൽ വേർപെട്ടിരിക്കരുത്
എന്ന് പറഞ്ഞു. आमीन। 5वीं आयत में लिखा है, तुम एक दूसरे से अलग ना रहो, परंतु केवल कुछ समय तक आपस की सम्मति से की प्रार्थना के लिए अवकाश मिले। ഭാര്യ അപ്പോൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സമ്മതത്തോടുകൂടെ വേണം ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ, വേർപെട്ടിരിക്കാൻ. हमें पत्नी उपवास प्रार्थना करने के समय पति से अनुमति लेकर अलग होकर उपवास प्रार्थना करना है। ഭർത്താവ് ജോലിക്ക് പോയി അല്ലെ കാര്യാദികൾക്ക് പോയി, ഭാര്യ വീട്ടിൽ ഉപവാസമാണെന്ന് പറഞ്ഞ് ആ ഉപവാസത്തെ ശല്യമാക്കി മാറ്റരുതെന്നാണ് പറഞ്ഞത്. मतलब पति जब काम पे जाता है, पत्नी उपवास करता है करके बोल के वो कामों को व्यर्थ नहीं करना है, ये समझा रहा हूँ। അവർ രണ്ടുപേരും കൂടെ ഒക്കണം, അച്ഛാ ഞാനെ ഒന്ന് ഉപവസിക്കാൻ പോവാണെന്ന് ചോദിക്കണം. हमें वो दोनों आपस में बोल के करना है, क्योंकि बोलना है मैं अभी उपवास करना चाहता हूँ। ഭാര്യ ഭർത്താവിനോട് പറയണം ഞാൻ ഉപവസിക്കാൻ പോവാ, ഭർത്താവ് ഭാര്യയോട് പറയണം ഞാൻ ഉപവസിക്കാം. അങ്ങനെ പരസ്പര സമ്മതത്തോടുകൂടെ വേണം ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ. पत्नी पति से और पति पत्नी से दोनों आपस में पूछताछ करने के बाद अनुमति लेके ही उपवास करना है। എനിക്കറിയാവുന്ന ഒരുപാട് സംഭവങ്ങൾ ആ വിഷയത്തിൽ കിടപ്പുണ്ട്. मुझे मालूम पड़ा हुआ बहुत सारे संभव उस विषय में हैं। ഇന്ന് കർത്താവിന്റെ വേലയിൽ ജ്വലിച്ച് പ്രകാശിക്കുന്ന ഒരു ദൈവദാസന് आज प्रभु के सेवकाई में एकदम शोभायमान होकर सेवकाई करते हुए एक प्रभु की दास है। അദ്ദേഹം വിവാഹം കഴിച്ചു. ഭാര്യ രാത്രി കിടക്കാനായിട്ട് വിളിച്ചാൽ ഇദ്ദേഹം പോകത്തില്ല, പിറ്റേ ദിവസത്തെ പ്രസംഗത്തിനുള്ളതായ മെസ്സേജ് തയ്യാറാക്കുക. जैसे वो शादी होने के बाद पत्नी अपने विश्राम में लेटने के लिए गया, पति को बुलाया लेकिन पति नहीं जाता है, वो कल का संदेश का तैयार कर रहा था। ഉടനെ അത് ആ സ്ത്രീ മണ്ണെണ്ണ ഒഴിച്ച് തന്നെ കത്തിച്ചു കളഞ്ഞു. और बाद में उस स्त्री ने अपने आप घासलेट डाल के जला दिए। അപ്പോൾ ആ പ്രസംഗിക്കാൻ പിറ്റേ ദിവസത്തെ പ്രസംഗത്തിന് തയ്യാറാക്കുന്നതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ് അവരുടെ കുടുംബജീവിതം എന്ന് പറയുന്നത്. हमें जैसे कल का भाषण तैयार करने से भी मुख्य है जो उनका पारिवारिक जीवन। നിങ്ങളുടെ അജിതേന്ദ്രിയത്താൽ സാത്താൻ നിങ്ങളെ പരീക്ഷിക്കാതിരിക്കേണ്ടതിന് വീണ്ടും ചേർത്തിരിപ്പീൻ എന്ന് പറഞ്ഞു. और फिर एक साथ रहो, ऐसा ना हो कि तुम्हारे संयम के कारण शैतान तुम्हें परखे। 11ാം വാക്യത്തിൽ വന്നപ്പോൾ ഭാര്യ ഭർത്താവിനെ വേർപിരിയരുതേ എന്ന് പറഞ്ഞു. जैसे 11वां आयत में आने के समय ऐसा लिखा है, और यदि पत्नी और पति अलग ना हो। പിരിഞ്ഞു എന്ന് വരികിലോ വിവാഹം കൂടാതെ പാർക്കണം, അല്ലെന്ന് വരികിൽ ഭർത്താവിനോട് നിരന്നു കൊള്ളണം, ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിക്കരുത് എന്ന് പറഞ്ഞു. और यदि अलग भी हो जाए तो बिन दूसरे ब्याह किया रहे या अपने पति से फिर से मेल कर ले, और ना पति अपने पत्नी से നിങ്ങളുടെ ഇവിടെ താമസിക്കുന്നില്ല എന്ന് പറഞ്ഞ് വേറൊരു വീട്ടിൽ അല്ലെ അവിടെ വീട്ടിൽ പോയി താമസിച്ചാൽ അവർക്ക് ഉപേക്ഷണ പത്രം കൊടുത്ത് അവളെ വിടരുതെന്ന് പറഞ്ഞു. अगर उनको छोड़कर दूसरा घर में जाके रहेंगे और उनको जैसे छुड़ाने का पत्र देके उनको नहीं छोड़ना है करके कहता। ഭർത്താവിനോട് നിരന്നു കൊള്ളണം, ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിക്കരുതെന്നാ പറഞ്ഞത്. इधर लिखा है कि हमें पति से मेल करके ले और ना पति अपनी पत्नी को छोड़े। 12ാം വാക്യം വന്നപ്പോൾ ഞാൻ പറയുന്നത്, ഒരു സഹോദരൻ അവിശ്വാസിയായ ഭാര്യ ഉണ്ടായിരിക്കുകയും അവൾ അവനോട് പാർക്കാൻ സമ്മതിക്കുകയും ചെയ്താൽ അവളെ ഉപേക്ഷിക്കരുത്. लिखा है जिस स्त्री का पति विश्वास ना रखे हो और उसके साथ रहने से प्रसन्न हो, वह पति को ना छोड़े। ഭാര്യ വിശ്വാസത്തിൽ വന്നിട്ടില്ല, पत्नी विश्वास में नहीं आया है, ഭർത്താവ് വിശ്വാസിയാണ്, पति विश्वास में है। അപ്പോൾ ആ ഭാര്യ പറയുക അച്ഛാൻ പോകുന്നിടത്ത് അച്ഛാൻ പോക്കോ, ഞാൻ പോകുന്നിടത്ത് ഞാൻ പോക്കോളാം എന്ന് പറഞ്ഞാൽ രണ്ട് സഭയിലാ, രണ്ട് പള്ളിയിലാ രണ്ട് വിശ്വാസമാണെന്ന് പറഞ്ഞാൽ അവളെ ഉപേക്ഷിക്കരുതെന്നാ പരിശുദ്ധാത്മാവ് പറയുന്നത്. पति एक कलीसिया में पत्नी दूसरा कलीसिया में ऐसा चले जाता है, उसी वजह से उनको दोनों का शादी का रद्द नहीं करना है, दोनों अलग नहीं होना है करके पवित्र आत्मा कहते हैं। അവിശ്വാസിയായ ഭർത്താവുള്ള ഒരു സ്ത്രീയും അവൻ അവളോട് പാർപ്പാൻ സമ്മതിക്കുന്നുവെങ്കിൽ ഭർത്താവിനെ ഉപേക്ഷിക്കരുത്.
और जिस स्त्री का पति विश्वास ना रखते हो और उसके साथ रहने की प्रसन्न हो, वह पति को ना छोड़े। ഇനി അടുത്ത വാക്യമാണ് ഗൗരവമായ വാക്യം. और उसके आगे का जो वचन है एकदम बहुमूल्य है। അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെടും. क्योंकि ऐसा पति जो विश्वास ना रखते हो वह पत्नी के कारण पवित्र ठहरता है। അവിശ്വാസിയായ ഭാര്യ സഹോദരൻ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെട്ടുമിരിക്കുന്നു. और ऐसी पत्नी जो विश्वास नहीं रखती पति के कारण पवित्र ठहरती है। ഇത് സ്വർഗത്തിൽ പോകുന്ന കാര്യമല്ല ഞാൻ ഈ പറഞ്ഞത്. ये स्वर्ग में जाने के बारे में मैं नहीं कहता हूँ। ഭർത്താവ് വിശ്വാസത്തിൽ വന്നതുകൊണ്ട് ഭർത്താവിന്റെ കെയറോപ്പിൽ ഭാര്യ വിശുദ്ധീകരിക്കപ്പെട്ട് സ്വർഗത്തിൽ പോകുമെന്നല്ല ഇവിടെ പറഞ്ഞത്. जो पति विश्वास में आया है उसी कारण पत्नी पवित्र होकर स्वर्ग राज्य में जाएंगे या वहां या उसी के बारे में यहाँ नहीं कहता हूँ। ഭാര്യ വിശ്വാസിയാണ്, ഭർത്താവ് ഭാര്യയുടെ കെയറോപ്പിൽ വിശുദ്ധീകരിക്കപ്പെട്ട് സ്വർഗരാജ്യത്തിൽ പോകുമെന്നല്ല ഇവിടെ പറഞ്ഞത്. पत्नी विश्वास में है उसी कारण पति पवित्र होकर पति पत्नी के द्वारा स्वर्ग राज्य में जाऊंगा करके यहाँ नहीं कहा है। അപ്പോൾ ഒന്നുകിൽ ഭാര്യ വിശ്വാസി വിശുദ്ധയായിരിക്കണം, അല്ലെങ്കിൽ ഭർത്താവ് വിശുദ്ധനായിരിക്കണം. एक तो पति विश्वासी और पवित्र होना चाहिए, नहीं तो पत्नी पवित्र होना चाहिए। അപ്പോൾ അവിടെ 14 വാക്യത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധരെന്ന് വരും. 14 में लिखा है कि नहीं तो तुम्हारे लड़का वाले अशुद्ध होते हैं। അപ്പോൾ ഒന്നുകിൽ ഭാര്യ വിശ്വാസിയാകുക അല്ലെ ഭർത്താവ് വിശ്വാസിയായാൽ ആ ആളിന്റെ കെയറോപ്പിൽ മക്കൾ വിശുദ്ധരാകുമെന്നാ പറഞ്ഞത്. लिखा है एक पति नहीं तो पत्नी दोनों में से एक जन विश्वास में आने के द्वारा विश्वास में चलने के द्वारा उनका बच्चे लोग भी जो पवित्र हो जाएंगे। അപ്പോൾ മക്കൾ വിശുദ്ധരാകുമെങ്കിൽ ആ മക്കൾക്ക് നിത്യരാജ്യം ഉണ്ട് എന്നല്ലേ അവിടെ പറഞ്ഞത്. तो उनके द्वारा बच्चे पवित्र हो जाएगा तो वो पवित्र हो गया हुआ बच्चों को स्वर्ग राज्य जा सकता है करके यहाँ कहते हैं। അപ്പോൾ ഭാര്യയും ഭർത്താവും വിശ്വാസിയാണ്, അവരുടെ മക്കൾ വിശുദ്ധർ തന്നെയല്ലേ. तो पति और पत्नी विश्वास में है, पवित्र है, तो उनके बच्चे भी पवित्र है। അപ്പോൾ അടുത്തത് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ മക്കളും അശുദ്ധരാണ്. यहाँ कहता है नहीं तो उनके बच्चे भी अशुद्ध होते हैं। അപ്പൊ വിശ്വാസിയുടെ മക്കൾ വിശുദ്ധരാണ്. എപ്പോൾ വരെയാണ് വിശുദ്ധര്? विश्वासी लोगों के संतान पवित्र रहता है कब तक? അവ കുഞ്ഞുങ്ങളെ തിരിച്ചറിവായി മെച്ചൂരിറ്റി ആകുന്നത് വരെ അവര് മാതാവിന്റെ അല്ലെ അപ്പന്റെ കെയറോപ്പിൽ മരണം സംഭവിച്ചാൽ അവർക്ക് സ്വർഗരാജ്യം ഉണ്ട്. क्योंकि वो बच्चा जब सयान नहीं होता है, जो समझ नहीं पाता है, तब तक वो पिताजी के माताजी के द्वारा वो स्वर्ग जा सकता है। എനിക്കൊരു കൊച്ചുമോളുണ്ട്, 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവൾ സ്വന്തമായി തീരുമാനിച്ചു രക്ഷിക്കപ്പെടണം, സ്നാനമേൽക്കണം, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെന്ന് അവൾക്ക് മനസ്സിൽ തീരുമാനമുണ്ടായി. पास्टर के एक पोती है, उसका 7वीं में पढ़ने के समय उसका मन में ऐसा खुद का वो विचार लिया है कि उनको उद्धार पाना है, बपतिस्मा लेना है, पवित्र आत्मा को पाना है करके उन्होंने खुद निर्णय लिया। ആരുടെയും പരപ്രേരണ കൂടാതെ, കാരണം അവർക്ക് കിട്ടുന്ന അന്തരീക്ഷം ദൈവകൃപയുടെയും ദൈവാനുഗ്രഹത്തിന്റെ അന്തരീക്ഷമാ കിട്ടുന്നത്. किसी का भी प्रेरणा के बिना, क्योंकि उनको मिलते हुए जो वातावरण आत्मिक वातावरण मिलता है। ഇന്ന് 10ാം ക്ലാസ്സില് വെണ്ണിക്കുളം ബദനി അക്കാഡമിയിൽ അവള് പഠിക്കുക. आज 10वीं क्लास में वो उधर स्कूल में पढ़ाई कर रहा है। എന്നാൽ തിരിച്ചറിവിന്റെ സമയമായപ്പോൾ അവള് തന്നെ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു, കർത്താവിനോട് ചേരുവാൻ സ്നാനമേറ്റു. भला बुरा के बारे में जानकारी पाने के समय उसने जब उद्धार पाया, बपतिस्मा लेके प्रभु यीशु मसीह के साथ हो गया। അപ്പൊ ഇനിയും മാതാപിതാക്കളുടെ കെയറോപ്പിലല്ല, ദൈവമായിട്ടുള്ള ഡയറക്റ്റ് ബന്ധത്തിലാണ് നിൽക്കുന്നത്. अभी वो माँ बाप का द्वारा नहीं है, परमेश्वर के साथ हमें सीधे सीधे संबंध रखते हुए आगे बढ़ते हैं। ഒരു 11-12 വയസ്സ് വരെ എന്തെങ്കിലും ആ കുഞ്ഞിന് സംഭവിച്ചാൽ അപ്പന്റെ അല്ലെ അമ്മയുടെ കെയറോപ്പിൽ നമുക്ക് സ്വർഗത്തെ രാജ്യത്തിൽ പോകാം.
आमीन। अगर 11-12 साल तक जो बच्चे की कुछ होता है, आमीन, वो माँ बाप के द्वारा उनको स्वर्ग राज्य में जा सकता है। ഞാൻ വേദപുസ്തകത്തിന്റെ സുബോധത്തോടാ പറഞ്ഞു തരുന്നത്. मैं परमेश्वर के वचन के आधिकारिकता से मैं आपको समझाना चाहता ഞാൻ हूँ। വചനത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളൂ. मुझे केवल वचन 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 से ही बोलना ही है। അപ്പോൾ ഇന്ന് ജാഗ്രത എല്ലാ കൊച്ചുങ്ങളും സ്വർഗത്തിൽ കാണും എന്ന് പറഞ്ഞാൽ മാരാമൺ കൺവെൻഷന് കുട്ടിപ്പന്തൽ എന്ന് പറയുന്ന ഒന്നുണ്ട്. അതുപോലെ സ്വർഗത്തിൽ കുട്ടിപ്പന്തൽ കാണണം. जैसा आज कहता है सभी बच्चा स्वर्ग में होगा करके बोलेगा, तो मारामन जो कन्वेंशन होता है वहां पर एक बड़ा मंच बनाता है, उसके साथ एक छोटा मंच भी बनाता है। वैसा स्वर्ग में भी एक छोटा मंजिल होना चाहिए। അത് പിള്ളേർക്ക് വേണ്ടിയുള്ള പന്തലാണ്. वो बच्चों के लिए एक छोटा मंजिल बनाता है। അതുപോലെ സ്വർഗരാജ്യത്തെ പിള്ളേർക്ക് വേണ്ടി ഒരു സ്വർഗരാജ്യം ഇല്ല. वैसा ही स्वर्ग राज्य में बच्चों के लिए एक स्वर्ग राज्य है नहीं। അപ്പോൾ ഇവിടെ പറയുന്നു, അപ്പന്റെ കെയറോപ്പിലോ അമ്മയുടെ കെയറോപ്പിലോ ആ കുഞ്ഞു മെച്ചൂരിറ്റി ആകുന്നത് വരെ എന്തെങ്കിലും സംഭവിച്ചാൽ സ്വർഗരാജ്യം അവർക്കുള്ളതാണ്. हमें तो वो बच्चा जैसे माँ बाप के द्वारा बढ़ के आने के समय उसका जो जब सयान नहीं होता है तब तक उनका जीवन में जो कुछ होता है वो स्वर्ग राज्य का वारिश बन जाते हैं। അപ്പോൾ യേശുവിനെ അംഗീകരിക്കാത്തവർക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശനമില്ല. यीशु मसीह को अंगीकार नहीं करने वालों को स्वर्ग राज्य में जा नहीं सकता है। ഇത് വലിയ പ്രശ്നമുണ്ടാക്കുന്ന ഒരു വേദഭാഗമാണിത്. आज बड़ा प्रश्न बनाने वाला एक वचन का है आज जो पढ़ा हुआ। ഇന്നത്തെ PhD-ക്കാരും BD-ക്കാരും ഒന്നും ഇതൊന്നും അംഗീകരിക്കത്തില്ല. आज का PhD लिया हुआ बीडी लिया हुआ कोई भी अंगीकार नहीं करता है। അവർ സുപ്രീം കോടതി പറയുന്നത് അംഗീകരിക്കത്തുള്ളൂ. हाँ, वो लोग सुप्रीम कोर्ट से जो करता है वही अंगीकार करता है। ഷാരോന്റെ സഭയില് ഒരു നിയമം ഇറക്കി പ്രാബല്യത്തിലാകുന്നോ ഇല്ലയോ എനിക്കറിയത്തില്ല. शारोन के लीशा में एक नया कानून लेके आया है, वो प्रबल होएगा क्या मालूम नहीं। ഭാര്യയെ ഉപേക്ഷിച്ചിട്ട് വരുന്ന ഭർത്താവിനെയും ഭർത്താവിനെ ഉപേക്ഷിച്ച് വരുന്ന ഭാര്യ വേറെ കല്യാണം കഴിച്ച അവരെ സഭയിൽ അംഗീകരിക്കരുത് പ്രമാണമുണ്ട്. अगर पत्नी को छोड़ के दूसरा शादी किया हुआ, पति को छोड़ के दूसरा शादी किया हुआ कलीसिया में आएगा तो उसको अंगीकार नहीं करना है करके वहां पर कानून है। അപ്പോൾ വായിച്ച 15-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, तो पढ़ा हुआ 15 आयत में ऐसा लिखा हुआ है, അവിശ്വാസി പേർ പിരിയുന്നു എങ്കിൽ പിരിയട്ടെ എന്ന് പറഞ്ഞു. अगर जो परंतु जो पुरुष विश्वास नहीं रखता है यदि वह अलग होना चाहता है तो अलग होने दे। ഈ വകയിൽ സഹോദരനോ സഹോദരിയോ ബന്ധിക്കപ്പെട്ടവരാകുന്നില്ല എന്ന് പറഞ്ഞു. ऐसी दशा में कोई भाई या बहन बंधन में नहीं है। അപ്പോൾ ഇത് ഒരു ഉപദേശമായിട്ട് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നതാ. एक उपदेश करके परमेश्वर हमें दिया गया है। തിമോഥെയോസിനെ ലേഖനം പൗലോസ് എഴുതിയപ്പോൾ 3-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. തിമോഥെയോസ് 1 पहले तिमोथी 3 अध्याय उसके पहले ऐसा लिखा है, ഒരു സ്ഥാനം കാക്ഷിക്കുന്നുവെങ്കിൽ നല്ല വേലയാണ് ആഗ്രഹിക്കുന്നത്. यह बात सत्य है कि जो कोई अध्यक्ष होना चाहता है तो वह भली काम की इच्छा करता है। എന്നാൽ അധ്യക്ഷൻ നിരപരാധിയനുമായി ഏകഭാര്യയുടെ ഭർത്താവും നിർമ്മതനും ജിതേന്ദ്രിയനും സുശീലനും അതിഥിപ്രിയനും ഉപദേശിപ്പാൻ സമർത്ഥനുമായിരിക്കണമെന്ന് പറഞ്ഞു. तो चाहिए कि अध्यक्ष निर्दोष और एक ही पत्नी का पति, संयमी, सुशील, सभ्यता और पहुनाई करने वाला और सीखने के निपुण हो, सिखाने में निपुण। 3-ാം വാക്യത്തിൽ മദ്യപ്രിയനും തല്ലുകാരനും വരുതെന്ന് പറഞ്ഞു. इसराइल में लिखा है बियाकड़ या मारपीट करने वाला ना हो। ശാന്തനും കലഹിക്കാത്തവനും ദ്രവ്യാഗ്രഹമില്ലാത്തവനും ആകണമെന്ന് പറഞ്ഞു. वरन कोमल हो और ना झगड़ालू और ना लोभी हो। സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനും മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ പാലിക്കുന്നവനും ആയിരിക്കണമെന്ന് പറഞ്ഞു. अपने घर का अच्छा प्रबंध करता हो और जो लड़के वालों को सारी गंभीरता से अधीन रखता हो। സ്വന്തം കുടുംബത്തെ ഭരിപ്പാൻ അറിയാത്തവൻ ദൈവസഭയെ എങ്ങനെ പരിപാലിക്കുമെന്ന് ചോദിച്ചു. जो कोई अपने घर ही का प्रबंध करना ना जानता हो
तो परमेश्वर की कलीसिया के रखवाली क्यों करेगा? ഇന്ന് ഈ വചനം എടുത്താൽ പല സഭകളിലെ പാസ്റ്റർമാരെ പിടിച്ചിറക്കി വിടേണ്ടി വരും. आज ये वचन लेगा तो कई कलीसिया के पासवानों को वहां से निकालना पड़ेगी. നമ്മൾ ഈ ലോകത്ത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. अब ये दुनिया में आजकल देखते हुए एक बात है. പിന്നെ ഒരുപാട് കാര്യം തിമോഥെയോസിനോടും തീത്തോസിനോടും പൗലോസ് പറഞ്ഞു കൊടുത്ത കാര്യമുണ്ട്. तिमोथियुस से और तीतुस से पौलुस बोल के सिखाए और बहुत सारे बात है. ഒരു വണ്ടിയുടെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുമ്പോൾ റൂൾസ് ആൻഡ് റെഗുലേഷൻ പഠിച്ചിരിക്കണം. അത് പാസ്സാകുന്നവർക്ക് ലൈസൻസ് കൊടുക്കുകയുള്ളൂ. और गाड़ी का लाइसेंस लेने के लिए जाएगा तो वहाँ का जो रूल्स और रेगुलेशन है वो पढ़ना चाहिए. अगर वो नहीं सीखा हुआ व्यक्ति को लाइसेंस नहीं देता. കുടുംബജീവിതത്തിന് റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉണ്ട്. हमें पारिवारिक जीवन में भी रूल्स और रेगुलेशन है. സ്വർഗരാജ്യത്തിൽ പോണ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉണ്ട്. स्वर्गराज में जाने के लिए भी ये नियम रखा है. എല്ലാവരും ഞാൻ യേശുവിനെ അറിഞ്ഞ് കൈപൊക്കിയിരിക്കണോ വെച്ചാൽ അവർ സ്വർഗത്തിൽ പോകണമെന്നൊന്നുമില്ല. हाँ, सभी लोग हाथ उठा के ऐसा तालियां बजाने से सभी स्वर्ग में नहीं जाएंगे. പ്രൈസ് ആൻഡ് വർഷിപ്പ് നടത്തുന്നതോട് സ്വർഗത്തിൽ പോകണമെന്നില്ല. हाँ, प्रेशर वर्शिप चलाया है इसलिए स्वर्ग में नहीं जाएंगे. ആ വലിയ പ്രാസികരായതുകൊണ്ട് സ്വർഗത്തിൽ പോകണമെന്നൊന്നുമില്ല. बड़ा भाषण देने वाला हो गया तो स्वर्ग में जाना जरूरी नहीं है. എന്റെ യേശുവിന്റെ വചനം പറയുന്നു പാപം ചെയ്യുന്ന ദേഹി മരിക്കുമെന്ന് പറഞ്ഞു. मेरे परमेश्वर के वचन ऐसा कहता है जो पाप करने वाला देह मर जाएंगे. എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിലെ മരണത്തെക്കാൾ സ്വർഗരാജ്യം നിനക്ക് നഷ്ടപ്പെടുമെന്നാണ് അതിന്റെ അർത്ഥം. इसके मतलब ये है कि ये शारीरिक मृत्यु से बढ़कर स्वर्ग राज्य तुम्हारे लिए नष्ट हो जाएगी. ഞാൻ ഒന്നുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. मैं और एक बात कह के बंद करूंगा. 42 വർഷത്തെ സഭാ പരിപാലനത്തിന് 42 साल के कलीसिया का सेवकाई करने में से എന്റെ വിശ്വാസികളൊന്നും ഈ കാര്യത്തിൽ ബദ്ധരായി അവരെ നഷ്ടപ്പെട്ടു പോയതായിട്ട് എന്റെ ശുശ്രൂഷ കാലത്തില്ല. मेरा सेवकाई का समय मैंने नहीं देखा है कि कोई भी विश्वासी ऐसा जो पाप के बंधन में गिर के नाश हो गया हो. എന്നാൽ ഒരു ഉപകാരം കൂടെ ദൈവം എനിക്ക് ചെയ്തു തരുന്നുണ്ട്. लेकिन परमेश्वर और एक कार्य मेरे लिए करके दे रहा है. എതിർത്തവനെ എല്ലാം അടിച്ചൊതുക്കിയിട്ടുണ്ട് കർത്താവ്. എതിർക്കുന്നവനെ जो विरोध में खड़ा हो जाता है वह सबको परमेश्वर मार के हमें साइड में कर देता है. ഞാനൊരു സഭയെ പേര് പറയത്തില്ല. സഭയെ ശുശ്രൂഷിക്കുമ്പോൾ मैं इस कलीसिया में सेवकाई करने के समय ഒരു ഡോക്ടർ 42 വയസ്സുള്ള ഒരു ഡോക്ടർ രാജസ്ഥാനിയാണ്. വിവാഹം മോചനം നടത്തിയിട്ട് ഒരു വേറെ എന്റെ ഒരു വിശ്വാസി കൊച്ചിനെ കല്യാണം കഴിക്കുക. അവക്ക് 18 വയസ്സ് തികഞ്ഞതേ ഉള്ളൂ. हमें उसने जैसे एक शादी करने के लिए हमें 18 साल हो गया हुआ एक लड़की था. കാരണം ഇവിടെ ആ ഡോക്ടറുടെ നേഴ്സാണ്. वो डॉक्टर का एक नर्स था. वो ഇവര് തമ്മിലുള്ളതായ ബന്ധത്തിലാണ് ഈ അന്യത്തെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നത്. उनके साथ जो व्यवहार करने के कारण वो उनके बहन से शादी कराने के लिए कोशिश कर रहा है. ഞാൻ ശക്തമായിട്ട് എതിർത്തതിന് मैंने उसके विरोध में किया. ഒടുവിൽ ഇവിടെ ആങ്ങള വന്ന് എന്നെ അടിക്കുമെന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞു ഒരു അഭിഷേകം നിന്റെ തലയിലുണ്ട്. അതെന്ന് വരെയിൽ ഇപ്പൊ നിന്നെ വെട്ടി കണ്ടിച്ചു വിട്ടേനെ എന്ന് പറഞ്ഞു. उनके भाई आके बोला अभी मैं तुम्हें काट के डालता था लेकिन तुम्हारे ऊपर एक अभिषेक है इसलिए छोड़ देते करके कहा. ഞാൻ സ്ഥലമാറ്റം മേടിച്ച് വേറെ സ്ഥലത്ത് പോയി. मैं वो कलीसिया से विदा करके दूसरा कलीसिया में चले गया. എന്താ ദൈവം ചെയ്തത്? അവര് റെയിൽവേയിലെ TT ജോലി കിട്ടി. റെയിൽവേയിലെ TT ജോലി കിട്ടി. उनको रेलवे में TTR होके काम मिला. അവന്റെ അപ്പൻ റെയിൽവേയിലെ ജോലിക്കാരനായിരുന്നു. क्योंकि उनके पिताजी रेलवे में काम करते थे. പെട്ടെന്ന് അപ്പൻ മരിച്ചു. उनका पिताजी गुजर गया. അത് കഴിഞ്ഞ് ഇവനാ ജോലി കിട്ടി. उसके बाद वो काम इनको मिला. ജോലിക്ക് വണ്ടിയെ യാത്ര ചെയ്ത വണ്ടിക്കാരടിച്ച് താഴെ കളഞ്ഞു. അവൻ ലോകത്ത് നിന്ന് യാത്രയായി. वो गाड़ी में यात्रा सफर करने के समय कोई मार के नीचे डाल दिया. वो दुनिया से भी चले गए. ഇത് ഞാൻ ഒരു കാര്യം പറഞ്ഞതാ. ये मैं एक बात कहा हुआ है. അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. प्रेरित पौलुस ने ऐसा जो बता के दिया. ഞങ്ങൾ നിങ്ങളെ ഉപദേശിച്ചതിന് വിരോധമായിട്ട് हम तुमको जो उपदेश दिया हुआ उससे बढ़कर ഇനി ഞങ്ങളാകട്ടെ മറ്റൊരാളാകട്ടെ
हम हो और दूसरा कोई भी व्यक्ति हो, വന്ന ആ ഉപദേശം പറഞ്ഞ് ഒരുത്തനെ തെറ്റിച്ചാൽ अगर दूसरा उपदेश लेके आके उनको अगर घबरा दिया അവൻ സ്വർഗത്തിൽ നിന്ന് ശപിക്കപ്പെട്ടവനാണെന്ന് പറഞ്ഞു. और स्वर्ग से वो श्रापित पाया हुआ व्यक्ति हो जाएगा। ഇതൊരു പ്രസംഗമല്ല ഇന്ന് ഞാൻ നടത്തിയത്. आज मैं एक भाषण देके छोड़ा नहीं, ഞാൻ ഒരു ഉപദേശമാണ് പറഞ്ഞു തന്നത്. मैं एक उपदेश आपको सुनाया हुआ है। ഇന്ന് സഭകളിൽ ഉപദേശം ഇല്ല. कलीसिया में उपदेश नहीं है, അതുകൊണ്ട് വിശ്വാസികൾ തെറ്റിപ്പോകുന്നു. इसी कारण विश्वासी लोग बिगड़ जाते हैं। ഓരോ സഭാരാധനയുടെ കാൽഭാഗവും പ്രൈസ് ആൻഡ് വർഷിപ്പിന് വേണ്ടി അങ്ങ് മാറ്റും. क्योंकि कलीसिया के ज्यादा समय जो ऐसा प्रेजेंट वर्शिप के लिए चले जाता है, അത് കഴിഞ്ഞാൽ പിന്നെ സാക്ഷിക്ക് ഒരു സമയം അങ്ങ് പോകും. उसके बाद गवाही के लिए कुछ समय चले जाता है। പിന്നെ സഭയിൽ വരുന്നത് എല്ലാം കെട്ടത് കൊണ്ട് അവരെ താങ്ങി നിന്നില്ലേ പാസ്റ്റർക്ക് സ്ഥലം മാറ്റവും കിട്ടും, കാശ് കിട്ടത്തില്ല. കാശ് कलीसिया में जो आने वाला सब ऐसा होने के कारण उनको संभाल के ना लेके जाएगा तो उनको पैसा नहीं मिल जाता। ഞാനിനി ഒത്തിരി അപ്പൊ ഇത് ഞാൻ പറഞ്ഞ വാക്കിലേക്ക് തിരിച്ചു വരാം. मैं बोला विषय में लौटाना चाहता हूँ। പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ് നിങ്ങളുടെ മക്കളെ വിശുദ്ധരാകണമെന്ന്. पौलुस प्रेरित पौलुस ऐसा कहता है तुम्हारा संतान भी पवित्र हो जाना चाहिए। ഒന്നുകിൽ ഭാര്യ വിശുദ്ധയായിരിക്കണം, അല്ലെ ഭർത്താവ് വിശുദ്ധരായിരിക്കണം. एक तो पति पवित्र होना चाहिए, नहीं तो पति पवित्र होना चाहिए। ആ അവർക്ക് ജനിക്കുന്ന കുഞ്ഞു വിശുദ്ധരാണ്. उनको जो उनके द्वारा मिलते हुए बच्चा है वो पवित्र होता है, അപ്പോൾ അല്ലെങ്കിൽ അശുദ്ധരാണ്. नहीं तो वही भी अपवित्र रहेगा। ആ കുഞ്ഞു സ്വർഗത്തിൽ പോകുമോ എന്ന് ചോദിച്ചാൽ പൗലോസിനോട് ചേർന്ന് ഞാൻ പറയുന്നു ഈ അശുദ്ധമായതൊന്നും കർത്താവിന്റെ രാജ്യത്തെ കാണത്തില്ല. अगर वो स्वर्ग में जाए है क्या पूछेगा तो मैं पौलुस के वचन के द्वारा कहता हूँ कि वैसा लोग स्वर्ग राज्य में नहीं जाएंगे। നമ്മുടെ ആത്മധൈര്യത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. നമ്മുടെ കർത്താവ് നമ്മുടെ മക്കൾ അനുസരണത്തിൽ ജീവിക്കുന്നു. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവർ നിത്യതയിൽ കാണുമെന്ന് പൗലോസ് ഉറപ്പ് തന്നത് കൊണ്ട് നമുക്ക് ആ വചനത്തെ വിശ്വസിക്കാം. हम हियाब के साथ आगे बढ़ना है। पौलुस ने सो वचन से हमें जो हियाब दिया है, इसी कारण हम उस वचन में विश्वास रखें। നമ്മുടെ മക്കൾ വിദേശത്ത് പോകാൻ എല്ലാവരും ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. हम हमारे बच्चे विदेश में जाने के लिए उपवास प्रार्थना करते हैं। വിശ്വാസത്തിൽ നിൽക്കാനും നല്ല മരുമക്കളെ ലഭിക്കാനും എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്. विश्वास में वो स्थिर होकर खड़ा होने के लिए, उन्हें अच्छा साझेदार मिलने के लिए कितना लोग प्रार्थना करते हैं। ആകയാൽ ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. परमेश्वर के बलवंत हाथों में हम अपने आप को समर्पण करें। ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. इन वचनों में परमेश्वर हमें बहुत ही से आशीष करे।